അപ്പോൾ ഒരു കുട്ടി ഡേ ഇൻ മൈ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൺഡേ ആണ്. രാവിലെ ഉണരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ ദേവൂട്ടൻ ചേട്ടനെ വിളിച്ചുണർത്തുവാണ്. അടുത്ത് കിടപ്പുണ്ട് കേട്ടോ, പുതപ്പൊക്കെ മാറ്റി ഇങ്ങനെ വിളിച്ചുണർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ രാവിലെ എണീറ്റ് അവനെ കുറച്ച് നേരം അവൻ്റെ പ്ലേ മാറ്റിൽ കളിക്കാൻ വിടണം, എങ്കിലേ അവനൊന്ന് ആക്റ്റീവ് ആകത്തുള്ളൂ. അവനെ അവിടെ വിട്ടിട്ട് ഞാൻ അടുത്ത് കിടന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അടുത്തുനിന്ന് മാറാൻ പറ്റത്തില്ല കേട്ടോ, അടുത്ത് വേണം നമ്മൾ. പിന്നെ ഞങ്ങൾ നേരെ വിട്ടു ടിം ഹോട്ടൻസ് ചായക്കടയിലേക്ക്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മളൊന്നും കുക്ക് ചെയ്തില്ല. പക്ഷേ ഓൾസ് ടൗൺ കണ്ടു ഗൈസ്. ഒരാളും അനക്കോ ഒന്നുമില്ലാതെ സൈലൻ്റായിട്ട് കിടക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചിമ്മി ചെന്നിട്ട് ദേവൂട്ടനെ അവിടെ ഇരുത്തി കാഴ്ച കാണാൻ വേണ്ടിയിട്ട്. അവനിങ്ങനെ വണ്ടിയൊക്കെ നോക്കി കാര്യമായിട്ടിരിക്കുന്നുണ്ട്, നമ്മളെ ഒരു മൈൻഡില്ലാതെ. അപ്പം ഞാനും അവൻ്റെ കൂടെ ജോയിൻ ചെയ്തു. നോക്കിയപ്പോൾ എന്താ നോക്കിയിരുന്ന് എനിക്ക് ഉറക്കം വരികയാണ്. അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചിരുന്നു മോണിക്ക ട്രെൻഡിങ് ആയിട്ടുള്ള ആ സോങ് ഷൂട്ട് ചെയ്യാമെന്ന്. സ്റ്റെപ്പ് മറക്കുന്നു, ഭയങ്കര കാറ്റ് കാരണം മുടി പറക്കുന്നു, ഫ്രെയിം ഔട്ടാവുന്നു. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഞങ്ങൾ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ പോയി കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞങ്ങൾ ആ പോർഷൻ ചുമക്ക് ആ ഒരു പോർഷനില്ലേ, അത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോഴത്തേക്ക് ദേവൂട്ടം ഭയങ്കര കരച്ചിലായി, ബഹളമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നു ഗൈസ്. അപ്പോൾ ഇന്ന് ഡിന്നറിന് ഞാൻ ആക്കുന്നത് ടൈഗർ പ്രോൺസിൻ്റെ ഫ്രൈയും ഇറച്ചിച്ചോറുമാണ്, തേങ്ങാപ്പാലിൽ വേവിച്ചത്. അപ്പോൾ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഞാൻ മാരിനേറ്റ് ചെയ്യുന്ന കണ്ടുകൊണ്ട് നിന്നപ്പോൾ അമ്മ എനിക്ക് പണ്ടിങ്ങനെ പച്ച ഈർക്കിലിൽ കുത്തിയിട്ട് എനിക്ക് ഫ്രൈ ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ നമുക്കതില്ലാത്തതുകൊണ്ട് സ്ക്വേഴ്സിൽ കുത്തി ഫ്രൈ ചെയ്താലോ അപ്പോൾ അതിങ്ങനെ നേരെ ഇരിക്കുമെന്ന്. അപ്പോൾ പിന്നെ പിള്ളേരുടെ ആഗ്രഹമല്ലേ, ഞാനതങ്ങ് സാധിച്ചു കൊടുത്തേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ അടിപൊളി കാറ്റും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ഫുഡും കൂടെ ഉണ്ടെങ്കിൽ എന്ത് വൈബായിരിക്കും അല്ലേ. പ്രഗ്നൻ്റ് ആയപ്പോൾ തൊട്ട് ഞാനങ്ങനെ അധികം കുക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു, കാരണം എനിക്ക് സ്മെല്ലിൻ്റെയൊക്കെ ഇഷ്യൂ ഉള്ളതുകൊണ്ടേ. ഇപ്പം എനിക്ക് പഴയ ആ ഒരു എനർജി തിരിച്ചു വന്നിട്ടുണ്ട്. അത് ചേട്ടൻ്റെ ഭാഗ്യം. എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ, ഇങ്ങനെ ആക്രാന്തമുള്ളവർക്ക് എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ കെട്ടിയവൻ അത്രയ്ക്കൊരു ഫുഡിനോട് ഭയങ്കര ഒരു ഫുഡിയാണ്. ഓക്കെ, അപ്പോൾ ഇതാ മുഖത്തെ സന്തോഷം കണ്ടില്ലേ, വേറെ എന്താ വേണം. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്, ഞങ്ങളത് എൻജോയ് ചെയ്ത് കഴിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.